ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ ഹൈജാക്ക് ചെയ്തു. അതിൽ 100-ലധികം ബന്ദികൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഭാഗം 1 അറിഞ്ഞു. ഇപ്പൊ BLA 48 മണിക്കൂർ സമയപരിധി നൽകിയിട്ടുണ്ട്. ഈ 48 മണിക്കൂറിനുള്ളിൽ ചില നിബന്ധനകളും വയ്ക്കുന്നു. ആ വ്യവസ്ഥകളൊന്നും അംഗീകരിക്കാതെ പകരം സൈന്യം എന്തെങ്കിലും നടപടി എടുത്താൽ ഈ 100-ലധികം ആളുകളെയും ഞങ്ങൾ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വ്യവസ്ഥകളാണ് അവർ പറഞ്ഞത്? പുതിയ അപ്ഡേറ്റ് എന്ത്? എല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. എന്ന വർഷം എടുത്താൽ ഇതുവരെയും ഇല്ലാത്തത്ര ഒരു മരണനിരക്കായിരുന്നു പാകിസ്ഥാനിൽ ഈ BLA അല്ലെങ്കിൽ അവിടെയുള്ള തീവ്രവാദ സംഘടനകൾ കാരണം സംഭവിച്ചത്. അതും കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടത് 2024 ഇതിനിടയിൽ കറാച്ചി പോലുള്ള സ്ഥലങ്ങളിലും ഇവരുടെ ആക്രമണങ്ങൾ ഇവർ വികസിപ്പിക്കുകയാണ്. അങ്ങനെ വികസിപ്പിക്കുന്നതാണ് പാകിസ്ഥാന് ഒരു വലിയ പിരിമുറുക്കം സൃഷ്ടിച്ചത്. പ്രധാനമായും ചൈനയിലുള്ള എഞ്ചിനീയേഴ്സ് അവരുടെ ബസ് മറിഞ്ഞത്, പിന്നീട് ചൈനയിലെ ഒരു എഞ്ചിനീയർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ 2 വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ്. ഈ രണ്ടിനും പുറകിൽ BLA ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ള ചില സംശയങ്ങളും അനുമാനങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അത് സത്യമാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ BLAക്ക് എതിരെ പാകിസ്ഥാൻ സൈന്യത്തെ കൊണ്ട്, പാകിസ്ഥാനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ന് പാകിസ്ഥാനിലുള്ള മിനിസ്റ്റേഴ്സ് ഒരു കാര്യം പറയുന്നു, ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേ അല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഭാവിയിൽ നടക്കുമെന്ന് വ്യക്തമായി പറഞ്ഞു. ഭാവിയിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ എല്ലാം പ്രശ്നമാണ്. ഇത് പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് ലഭിച്ച ഒരു വലിയ സമ്മാനമാണ് എന്ന് അവിടെയുള്ള മിനിസ്റ്റേഴ്സ് പറയുന്നു. അങ്ങനെ എന്താണ് പാകിസ്ഥാന്റെ അഹങ്കാരം? അവിടെയുള്ള ജനങ്ങളെയും മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളെയും വേർതിരിച്ചു കാണുന്ന ഒരു സ്വഭാവം. അങ്ങനെ വേർതിരിച്ചു കാണുന്നത് കൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് പാകിസ്ഥാനേ വേണ്ട, പാകിസ്ഥാൻ വിട്ട് ഞങ്ങളുടെ രാജ്യത്തെ ഒറ്റപ്പെടുത്തുക എന്ന് ബലൂചിസ്ഥാൻ ജനങ്ങൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ഈയൊരു പ്രതിഷേധക്കാർ ഇവരെ പാകിസ്ഥാൻ സൈന്യത്തെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? ബലൂചിസ്ഥാൻ ജനങ്ങളാണ് കാരണം. ബലൂചിസ്ഥാൻ ജനങ്ങൾ BLA ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ പോലും പുറത്തുവിടില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലുള്ള ഒരു വ്യക്തി കൊല്ലപ്പെടുന്നത് പോലും അവിടെയുള്ള ജനങ്ങൾക്ക് അംഗീകരിക്കാനും സാധിക്കില്ല. 2024 വലിയൊരു ആക്രമണം എല്ലാം BLA ചെയ്തിട്ട് കൂടിയും ഇന്നുവരെയും അവരെ യാതൊരു രീതിയിലും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. BLA ഗ്രൂപ്പിനെ ഞങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, അവർ ഇത്രയേറെ കുറച്ചിട്ടുണ്ട്, അവരുടെ ആക്രമണങ്ങളും പ്രവർത്തനങ്ങളും തടഞ്ഞു, റെസ്ട്രിക്റ്റ് ചെയ്തുവെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റിന് പറയാൻ യാതൊരു തെളിവുമില്ല. എന്നാൽ ഇന്ന് അതേ BLA ഗ്രൂപ്പ് 48 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷന് വേണ്ടി ആരൊക്കെയാണോ പോരാടിയത് എല്ലാവരെയും റിലീസ് ചെയ്യണം. ആരെല്ലാമാണോ അപ്രത്യക്ഷരാക്കപ്പെട്ടത് അവരെല്ലാം റിലീസ് ചെയ്യണം. ആരെല്ലാം പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നോ അവരെല്ലാം റിലീസ് ചെയ്യണം. അങ്ങനെ റിലീസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ഈ 100-150 പേരെയും ഹോസ്റ്റേജസിനെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാൽ 150 അല്ല, 350-ലധികം പേർ സുരക്ഷിതരാണ്. ഇപ്പോൾ ഞങ്ങളൊരു 30 മുതൽ 80ഓളം പേരെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വഴിയും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവസാനമായി വന്നത് ഈ BLA ഗ്രൂപ്പ് 35 അല്ലെങ്കിൽ 85 പേരെയോളം പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2 എണ്ണം പറയുന്നുണ്ട്. ഇതിനിടയിൽ ഒരു 50 പേർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുവരെയും 350 പേർ സുരക്ഷിതരാണ്. ബാക്കിയുള്ള ഒരു 50-80 പേർ മാത്രമേ ഉള്ളൂ എന്നുള്ള വാർത്ത. ഇങ്ങനെയാണ് അവിടെയുള്ള സൈന്യം മറുപടി പറഞ്ഞത്. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെയും 20-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. BLA ഗ്രൂപ്പിൽ ആർക്കെങ്കിലും പരിക്ക് സംഭവിച്ചോ, കൊല്ലപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഒരു ക്ലീൻ ഓപ്പറേഷൻ ആണ് എന്ന് BLA തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇന്റർനെറ്റിൽ റിലീസ് ചെയ്തു. ദിസ് ഈസ് വെരി ഫൈനസ്റ്റ് ഓപ്പറേഷൻ എന്നാണ് BLAയുടെ സർട്ടിഫിക്കറ്റ്. അവർ വിജയകരമായി തന്നെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിലുണ്ടായിരുന്ന വ്യക്തികൾ അവരിനി എങ്ങനെ റിലീസ് ചെയ്യുമോ ഇല്ലയോ? പാകിസ്ഥാൻ സൈന്യം ഇവരുടെ ഡിമാൻഡ് കേൾക്കുമോ? ഇതാണൊരു സംശയം. പല സിനിമകളിൽ നമ്മൾ ഇങ്ങനെയുള്ള സീൻസ് കാണുമ്പോൾ അത്രയൊരു ആകാംക്ഷയോടുകൂടി നമ്മളത് നോക്കിയിരിക്കും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനിലുള്ള പല മന്ത്രിമാരും പല സത്യങ്ങൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിയല്ല, അത് ശരിയല്ല, അടിസ്ഥാന സൗകര്യം ശരിയല്ല, സൈനികർ ശരിയല്ല, സൈനിക ഘടന ശരിയല്ല. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ പല കുറ്റാരോപണങ്ങൾ നടത്തിയാലും യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഈ ബോർഡറിലുള്ള വലിയ സംഘർഷമാണ്. ഇതിനകം പാകിസ്ഥാനുമായി അഫ്ഗാനിസ്ഥാൻ ഒരു സംഘർഷത്തിന് തയ്യാറായിരുന്നു.
തെഹ്രിക്ക് താലിബാൻസിന് അവിടെയുള്ള താലിബാൻസ് സഹായം ചെയ്യുന്നുവെന്നുള്ള ഒരു കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റിന് ഒരു പേടി സ്വപ്നമായി തന്നെ മാറി. അന്നു മുതൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തി. പെട്ടെന്ന് ആ ഒരു ബോർഡറിൽ ഒരു ക്ലാഷ് സംഭവിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ബലൂചിസ്ഥാൻ എന്ന സംഘടന അവർ കൃത്യസമയത്ത് ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് റിപ്പോർട്ടും പറയുന്നത്. അപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഇല്ല, ഇത് ഇപ്പോൾ പദ്ധതിയിട്ടതൊന്നും അല്ല, ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ അവർ ആസൂത്രണം ചെയ്തിരുന്നു. അത് ഞങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തോട് പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യം ശരിയായി പ്രവർത്തിച്ചില്ല, അവർ മുൻകരുതലുകളൊന്നും തന്നെ എടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതും ഒരാഴ്ചയിൽ തന്നെ സംഭവിച്ചുവെന്ന് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. കോബ്ര ഹെലികോപ്റ്റേഴ്സ് എല്ലാം കൊണ്ടുവന്നു. ജെറ്റ് ഫൈറ്റേഴ്സും ധാദർ എന്ന സ്ഥലത്ത് നിർത്തിവെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ BLA ഗ്രൂപ്പിനെ നശിപ്പിച്ചിട്ട് ജനങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാലും BLA ഗ്രൂപ്പിനെ അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ അവിടെയുള്ള ബന്ധികൾ, അവരുടെ അവസ്ഥ BLAയുടെ കണക്കനുസരിച്ച് നോക്കിയാൽ 150 പേരുണ്ട്. ഇനി ഇവരുടെ കണക്കനുസരിച്ച് നോക്കിയാൽ 100-ൽ കുറവാണെങ്കിലും അതിൽ 4 പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, 30-ലധികം സൈനികരുണ്ട്. ഇതല്ലാതെ ചില രാഷ്ട്രീയ വ്യക്തികളും അതിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഇവരുടെ ജീവൻ അപകടത്തിലാണോ എന്ന ചോദ്യം. അതേസമയം ചൈന പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടാനുള്ള ഒരു കാരണമായും ഇത് മാറിയിട്ടുണ്ട്. കാരണം ക്വാഡർ തുറമുഖം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിപ്പോ ആഗോളതലത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കൊണ്ട് പാകിസ്ഥാന്റെ ഭാവിക്ക് ഇതൊരു വലിയ പ്രശ്നമുണ്ടാക്കും. അവസാനത്തെ 1-2 ആഴ്ചയ്ക്ക് മുൻപാണ് ചൈന $2 ബില്യൺ അമേരിക്കൻ ഇതേ പാകിസ്ഥാന് ക്വാഡർ സിറ്റിയെ ഒന്ന് പുനർനിർമ്മിക്കാനായി നൽകിയത്. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. $2 ബില്യൺ അമേരിക്കൻ വെറുതെ നൽകി, പലിശയൊന്നും വേണ്ട, നിങ്ങൾ വാങ്ങുക എന്ന്. എന്നാൽ പലിശയ്ക്ക് മുകളിൽ പലിശ എടുക്കുമെന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അപ്പോൾ ഈ ക്വാഡർ തുറമുഖം, ക്വാഡർ വിമാനത്താവളം, അതിനെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ എല്ലാം സുരക്ഷിതമാക്കാൻ പാകിസ്ഥാനുമായി ചൈനയും സഹകരിച്ച് പ്രവർത്തിച്ചു. ഇന്നതെല്ലാം പൂർണ്ണ പരാജയമായി മാറി. ഈ പൂർണ്ണ പരാജയത്തിൽ നിന്നും പാകിസ്ഥാൻ എങ്ങനെ പുറത്തേക്ക് വരും? ഇതൊരു സങ്കീർണമായ കാര്യമാണ്. കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് ഇവർ പറഞ്ഞ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തീർച്ചയായും ഇത് പദ്ധതിയിട്ട ആക്രമണം തന്നെയാണ്. വെൽ പ്ലാൻഡ് അറ്റാക്ക് ആയിരിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോ ചാര വിവരങ്ങൾ ഇവർക്ക് കൃത്യമായി നൽകുന്നുണ്ട്. ഈ ട്രെയിനിൽ ഇത്ര ആളുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടവർ ഇത്രയാണ്, ഈ സമയത്ത് ഇതിനെ നിങ്ങൾ ആക്രമിച്ചാൽ ഇത്ര സൈനികരെ പിടിച്ചെടുക്കാൻ കഴിയും, അവരുടെ പക്കൽ ആയുധങ്ങളെല്ലാം കുറവാണ്, ഇങ്ങനെ എല്ലാ വിവരങ്ങളും അവർക്കാരും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആസൂത്രണം ചെയ്ത ആക്രമണം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ആക്രമണം നടക്കുമെന്ന് സംശയിച്ച CTD സംഘടന ഒരു മുൻകരുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതിനെ തടയാൻ കഴിയാത്തതിന്റെ കാരണം DGP തന്നെ പറഞ്ഞു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നടക്കുന്നതൊന്നും ഞങ്ങളെ കൊണ്ട് തടയാൻ സാധിക്കില്ല എന്ന്. അതിനുള്ള സ്കോപ്പ് ഇപ്പോൾ പാകിസ്ഥാന്റെ പക്കൽ ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇതിന് ശേഷമെങ്കിലും പാകിസ്ഥാൻ ഉണരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പാകിസ്ഥാനിൽ ഇനിയും പ്രശ്നങ്ങൾ അധികമാകാനാണ് സാധ്യത. ഇപ്പൊ BLA എന്ന ഒറ്റ ഗ്രൂപ്പ് പാകിസ്ഥാനെ മുഴുവനായും ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവയ്ക്കെല്ലാം പ്രതികാരം വീട്ടുന്ന രീതിയിൽ പാകിസ്ഥാൻ തന്നെ പല പ്രദേശങ്ങളിലും ജനങ്ങളുടെ സ്വരം ഉയരുന്നുണ്ട്. ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തത്, ഇമ്രാൻഖാന്റെ ഭാര്യ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാക്കിയത്, ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് എതിരെയുള്ള നിരവധി കേസുകൾ തുടർന്നത്, അവിടെ സംഭവിച്ച പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തിയത്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം പാകിസ്ഥാൻ ജനങ്ങളുടെ ശബ്ദം തന്നെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോ പലരും BLA ഗ്രൂപ്പുമായി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BLA ഗ്രൂപ്പിനെ അത്രയേറെ ജനങ്ങൾ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? തീർച്ചയായും അവരും തിരികെ ആക്രമിക്കും. നമ്മളും ഒരു ശ്രദ്ധാകേന്ദ്രമാകണമെന്ന് ചിന്തിച്ച് അവരും ആക്രമണം നടത്തും. ഇതാണ് ഒരു ചെയിൻ പോലെ ഇങ്ങനെ പോകും. ഈ ഒരു ചെയിൻ ഇത് സംഭവിക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇതിങ്ങനെ അവസാനിപ്പിക്കണം. ഇതിനുശേഷം ഒരു ഗ്രൂപ്പ്, അവർക്ക് മുകളിൽ വീണ്ടും ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ മാറി മാറി ഓരോ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്താൽ പാകിസ്ഥാൻ തന്നെ നാമാവശേഷമാകും എന്നുള്ളത് കൊണ്ട് പെട്ടെന്നുള്ള ഒരു അടിയന്തര മീറ്റിംഗ്സ് ഒക്കെ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സർക്കാരും ചേർന്ന് ചെയ്യുന്ന ഈ ഒരു മീറ്റിംഗ് പാകിസ്ഥാന്റെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു യോഗമായിരിക്കും. എന്നാൽ ഈ ഒരു യോഗം വെറും 45 മിനിറ്റിൽ അവസാനിച്ചു. ഇതിൽ വലിയ ഔട്ട്പുട്ടൊന്നും ലഭിച്ചില്ല. എത്രയും പെട്ടെന്ന് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കും, ഈ ഒരു തീരുമാനം മാത്രമാണ് യോഗത്തിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ തീർച്ചയായും ഈ ഒരു യോഗം വീണ്ടും വിളിച്ചുകൂട്ടും. അങ്ങനെ വിളിച്ചുകൂട്ടുമ്പോൾ
BLAയുടെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി പാകിസ്ഥാൻ പറയുമെന്നുള്ള ഒരു പ്രതീക്ഷയും വരുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള ജനങ്ങളുടെ ദേഷ്യം, രാഷ്ട്രീയ പ്രവർത്തകരുടെ കോപം, ഇതെല്ലാം BLAക്കെതിരെ തിരിഞ്ഞാലും BLA പറയുന്ന ആവശ്യം അത് ശരിക്കും ബലൂചിസ്ഥാന് ആവശ്യമായ ഒരു ഡിമാൻഡ് ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ദിവസം ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയെ ഒരു പ്രവിശ്യയായി പോലും പരിഗണിക്കാത്ത പാകിസ്ഥാൻ ഇപ്പോൾ വേദനിക്കുന്നുവെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് BLA എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാന്റെ ഓൾ പവർഫുൾ മിലിറ്ററി ഇൻ ബിഗ് ട്രബിൾ എന്നാണ് ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നത്. ഈ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി പാകിസ്ഥാൻ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. ന്യൂസ് 18 മാധ്യമത്തിൽ ബലൂച്ച് ആക്ടിവിസ്റ്റ് മാമഖിതർ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 150 മിലിറ്ററി പേഴ്സൺസ്, അതായത് ആർമി പേഴ്സൺസിനെ ഞങ്ങൾ കൊന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ 150 പേരെ കൊന്നു എന്ന് ലോക്കലായി BLA ഗ്രൂപ്പ് മാധ്യമങ്ങൾക്ക് വാർത്തയായി പറയുമ്പോൾ കൺഫേം ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിൽ 20-30 സൈനികർ കൊല്ലപ്പെട്ടിരിക്കാം എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, അവരല്ലെങ്കിലും കൊല്ലപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവരുടെ ആക്രമണം പൂർണ്ണമായും സൈനികർക്കെതിരെയുള്ളത് മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചു. ഫെബ്രുവരി മാസത്തിൽ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും ഒരു സഞ്ചാരി ബലൂചിസ്ഥാനിലേക്ക് വന്നിരുന്നു. അയാളെ ഒരുപക്ഷെ BLA കൊല്ലുമോ എന്നുള്ള ഒരു വലിയ സംസാരം തന്നെ ഉണ്ടായി. അപ്പോ മറ്റുള്ള പ്രവിശ്യയിൽ നിന്ന് പോലും ബലൂചിസ്ഥാനിലേക്ക് ആരും എൻ്റർ ആകാൻ പാടില്ല എന്ന അവസ്ഥയുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് അവസാനിച്ച ഒരു മാസത്തിനുള്ളിൽ ഇത്രയും വലിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്തു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ സർക്കാർ ഇതൊരു വലിയ അപമാനം തന്നെയാണ്. പാകിസ്ഥാൻ സർക്കാർ തല കുനിയും തോറും ചൈനയ്ക്കും ഭയം വരും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് സംഭവിക്കും, അടുത്ത് നമ്മുടെ കരുനീക്കം എങ്ങനെയെല്ലാം ചെയ്യും എന്നുള്ള ഒരു വലിയ ചോദ്യത്തോടു കൂടി ഇപ്പോൾ ഈ ജാഫർ ട്രെയിൻ ഹൈജാക്ക് ചൈനയും നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെഷാവർ റെയിൽവേ സ്റ്റേഷനിലെ എമർജൻസി കൗണ്ടർ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആരെല്ലാമാണോ മോചിപ്പിക്കപ്പെടുന്നത് അവർക്ക് ആവശ്യമായി ഫസ്റ്റ് എയ്ഡ് നൽകുകയും അവരെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള വിവരവും പുറത്തു വന്നു. ഇപ്പോൾ പാകിസ്ഥാന്റെ സൈന്യം കോബ്ര ഹെലികോപ്റ്റർ വഴി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് അധികാരികൾ വഴി ഒരു ഓർഡർ നൽകിയാൽ അടുത്ത സെക്കൻഡ് തന്നെ അവിടെയുള്ള BLAയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ സൈന്യം എടുക്കും. എന്നാൽ ബന്ധികളുടെ അവസ്ഥ ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ മാറുന്നു. ഇതിനെക്കുറിച്ച് അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ നിങ്ങളത് അറിയിക്കും. ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.